അല്പം പോലും താഴ്ന്നില്ല. തളരാത്ത പതറാത്ത മനസ്സുള്ളവരാണ് എന്റെ ഭക്തന്മാർ. ദേ ആർ മൈ റിയൽ ഡിവോട്ടീസ്. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഡിവോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഡിവോട്ടിയുടെ ലക്ഷണം വെച്ചിരിക്കുന്നത് ഗീതയിലൊക്കെ നിങ്ങൾക്ക് കാണാം. സുഖദുഃഖേ സമയകൃത്വ ലാഭോ ജയാജയോ. ലാഭം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും പതറാത്തൊരു ബുദ്ധിയുള്ളവൻ, ഒരു ബാലൻസ്ഡ് മൈൻഡുള്ളവൻ എന്റെ ഡിവോട്ടിയാണ്. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്നു കൊണ്ട് പറയുന്നു, നിഷ്കംഭേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഖവദവേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തം സകളൈദിവജ ത്വൽകലാസേവ ഭൂമൻ. നിഷ്കമ്പനം, പതറാത്തൊരു മനസ്സ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വാമൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ബഹുമാനം ഉണ്ടാക്കി തരുന്ന, നമുക്ക് ജീവന്റെ ജീവനായിരിക്കുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തി. ആ ശക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഏത് പ്രശ്നത്തിനെയും നിങ്ങൾക്ക് അതിവർത്തിക്കാനുള്ള കഴിവുണ്ടാകും. അതിന് നമ്മൾ ഓണം ആഘോഷിക്കണം. ഓണം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ആത്മീയതയുടെ, രണ്ടാമത് ബലിയുടെ, ബലി എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലിന്റെ, ദാനം ചെയ്യലിന്റെ. അതിനാണ് ഓണസദ്യയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. മൂന്നാമത് ഉത്സവത്തിന്റെയാണ്. കൂടിച്ചേർന്ന് എല്ലാവരും ഉത്സവ ലഹരിയിലാണ്. അതാണ് ഓണ നൃത്തങ്ങളും ഓണപ്പാട്ടുകളും ഓണക്കളികളും ഓണക്കോടികളും ഒക്കെ വന്നിരിക്കുന്നത്. നേരത്തെ രാധാകൃഷ്ണൻജി പറഞ്ഞ ഇവിടെ ഈ ഫുഡ് വളരെ സ്പെഷ്യലാണ്, ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതാണ് സത്യം, അത് തന്നെ ആയിരിക്കണം. ഹോട്ടലിലും നമുക്ക് ഭക്ഷണം കിട്ടും. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ ഒരു ആശ്രമത്തിൽ ചെന്നു. അപ്പൊ അവിടെ ഒരു വയസ്സായിട്ടുള്ള സ്വാമിജി ഉണ്ട്. അപ്പൊ ആ സ്വാമിജിയെ കാണാൻ ഞങ്ങൾ വന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അടുത്തടുത്തുള്ള കുറെ അമ്മമാരൊക്കെ വന്ന് കുറെ മാങ്ങ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ നല്ലവണ്ണം അവർ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നപ്പോ ആ സ്വാമിജി എന്നോട് വെച്ചു, ഓ മഹാരാജ് അപ്പോ കൈസേ ലേത്താ, ഹിന്ദിയിലാണ് ചോദിക്കുന്നത്, ഹൗ ഡു യു ഫീൽ? ആ മാങ്ങയാണെങ്കിൽ പുളിച്ചു വായനയ്ക്ക് വെക്കാൻ പറ്റില്ല, അത്ര പുളി. അപ്പൊ എനിക്ക് മനസ്സിലായി സ്വാമിജി ചോദിക്കുന്നതിന് പിന്നിൽ എന്തോ കാര്യമുണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള ആൾ ഉടനെ പ്രതികരിച്ചത് കൊണ്ടു അയാൾക്ക് ഹിന്ദി അറിയാം. ഓ കച്ചായ സ്വാമിജി, അത്ര പഴുക്കാത്തതാണ് കച്ച. അപ്പൊ എനിക്ക് മനസ്സിലായി സ്വാമിജിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഞാൻ ഉടനെ ചോദിച്ചു, സ്വാമിജി ആപ്പോ കൈസൽ എത്താ? എന്നോട് പറയും, ബേട്ടാ ഓ തോ മീഠാ ഹൈ, ഇറ്റ്സ് സോ സ്വീറ്റ്. ഞാൻ പറഞ്ഞു, സ്വാമിജി അബ് झूठ बोलता है, you are telling lie, it's not true. ഇത്ര വായിൽ വെച്ച് പല്ല് പുളിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് അങ്ങേക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു മധുരമുണ്ട്? ഉടനെ അദ്ദേഹം പ്രതികരിച്ച് പറഞ്ഞതെന്താ അറിയോ, ഓ തോ ആം തോ കച്ചാ ഹൈ ബേട്ടാ, ये तो माताजी लोग है ना, कितना प्यार से वो लेके आया, देखो उनको प्यार, look at their heart, look at their love, that is sweet. It is not the food is so sweet, it is the their heart is so sweet. ഭാവനയാണ്. ഇങ്ങനെ നല്ല ഭാവനയോട് കൂടിയിട്ട്, നല്ല വിവേകത്തോടു കൂടിയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കണം. നാളെ നമ്മൾ കുട്ടികൾ ചോദിക്കുകയാണ്, എന്തിന് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി ചോദിച്ചു കഴിഞ്ഞാൽ, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തല്ല ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയിൽ ആത്മീയ ഫലമുണ്ടോ, ഏതൊരു വ്യക്തിക്ക് പങ്കുവെക്കാനുള്ള മനസ്സുണ്ടോ, അവരാണ് ഉയരുന്നത്. നോക്കൂ, ലോകത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കാനുണ്ട് നമുക്ക്. ഇന്ന് ബലി എന്നുള്ള വാക്കിന് മൃഗങ്ങളെ ബലി ചെയ്യുക എന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് മറ്റു മതങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബക്രീദ് എന്ന് പറയുന്ന ഒരു ഉത്സവം, ഞാൻ ആരെയും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കോടാനുകോടി ആടുകളെ വെട്ടിക്കൊല്ലുന്ന, മനസ്സിലായില്ലേ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ, മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ട് അതെല്ലാം മനുഷ്യന് സുഖിക്കാനുള്ള ജീവജാലങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു താഴ്ന്ന ബലിയിലേക്ക് ലോകം തിരിയുമ്പോൾ ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത് തൻ്റെ കയ്യിലുള്ളതിനെ സന്തോഷത്തോടുകൂടി പങ്കുവെക്കുന്നതാണ് ബലി. അതാണ് മഹാബലി. ഉള്ളതിനെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കുന്ന ആ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായ ബലി നമുക്ക് ഓണാഘോഷത്തെ തന്നുവെങ്കിൽ, ഓണം മലയാളികളെ സംബന്ധിച്ച് അത് ആത്മീയ ബലത്തിന്റെ, ഒത്തൊരുമയുടെ, പങ്കുവെക്കലിന്റെ മഹിമയാർന്ന
മഹിമയോടുകൂടിയ ഓണമായിരിക്കും. അതിന് മഹിമയ്ക്ക് എല്ലാ വർഷങ്ങളിലും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ ജഗദീശ്വരൻ എന്ന അനുഗ്രഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കോടാനുകോടി വന്ദനം. നമസ്കാരം. വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓ കറുത്ത ചിറകു വെച്ചു ദിത്തൈതോ അരയന്ന കിളി പോലെ ദിത്തിത്താര തെയ്തൈ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ. ഓ തോൽവി എന്തെന്നറിയാത്ത തലനാട്ടറിയാത്ത കാവാലം ചുണ്ടലിത ജയിച്ചു വന്നേ. ഓ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ്. കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. ഓ പമ്പയിലെ പൊന്നോടങ്ങൾ ദിത്തൈതോ ഓടി വന്നു പുണരുന്നു ദിത്തിത്താരൈതേ. അങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. ഓ ദിത്തിത്താരോ തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു. തെന്നൽ വന്നു വെഞ്ചാമരം വീശിത്തരുന്നു. ഓ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാലെ കൊട്ടു വേണം കുടൽ വേണം കുരവ വേണം. ഓ ചമ്പക്കുളം പള്ളിക്കൊരു ദിത്തൈതോ വള്ളങ്ങളിൽ പേരും നാളെ ദിത്തിത്താരിതോ അമ്പലപ്പുഴയ്ക്കൊരു കൊത്തുവിളക്ക്. ഓ കരുമാടി കുട്ടലിന്ന് പനി നിൽക്കവടിയടം താവിനം വയ്ക്കുന്നു രാത്രികളുടെ നിൽക്കം. ഓ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ്. കൊട്ടുവേണം കൂടൽ വേണം കുരവ വേണം. ഓ എന്ന ആശയം മഹിമയുടെ അവലോകനം നടത്തുന്ന മുന്നോട്ട് വരികയും അതിൻ്റെ നിർമ്മാണം സ്വയം പൂർത്തീകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ അഭിമാനമായ മഹിമയുടെ ശില്പിയാണ് സുധാകരൻ പിള്ള. അദ്ദേഹത്തെ ഞാൻ ആദരിക്കട്ടെ.